ഈ ജോണർ പരിപാടി അങ്ങനെ ഇപ്പം ഒരു ജോണർ ചെയ്തു പിന്നെ വ്യത്യസ്തമായ ജോണറിലോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ ഒരു ജോണറിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നോ അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധി എനിക്ക് പേഴ്സണലി ഇല്ല. ഇപ്പം നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. നമുക്ക് കുറച്ചും കൂടെ താല്പര്യം ഉള്ള ജോണേഴ്സാണ് ക്രൈം റിലേറ്റഡ് സംഗതികളും. പക്ഷേ നമുക്കൊരു സിനിമാറ്റിക്കലി നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നുന്ന സബ്ജക്റ്റുകളിലോട്ടും സിനിമകളിലോട്ടും ലാൻഡ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് നോക്കുന്നുള്ളൂ. അതിനപ്പുറത്തോട്ട് ഒരു പരിധിക്കപ്പുറം ജോണർ കോൺഷ്യസ് ആകുന്നില്ല. നമുക്കറിയാം പല പ്രമുഖ സംവിധായകരും എനിക്ക് തോന്നുന്നു ഒരു കൈൻഡ് ഓഫ് സ്റ്റൈല് ത്രൂ ഔട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്. അത് അല്ലാതെ പല ജോണേഴ്സിലോട്ട് ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ട്. അങ്ങനെ അങ്ങനെ ഏതെങ്കിലും അങ്ങനെ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടില്ല. നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള പരിപാടികളുടെ പുറകെ പോവുക എന്നുള്ള ഒരു സാധനത്തെ പറ്റി ചിന്തിച്ചിട്ടുള്ളൂ. മമ്മൂക്കയുടെ ഒരു സിനിമ എന്നുള്ളത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഈ മമ്മൂട്ടി വിനായകൻ കോംബോ ഉണ്ടല്ലോ, ഇത് എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പോൾ മമ്മൂക്കയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു നടനാണ്. ഡെലിവർ ചെയ്യുന്നത് ഭയങ്കര സംഭവമായിരിക്കും, പക്ഷെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ളൊരു നടനാണ്. വിനായകൻ്റെ കേസിലാണെങ്കിലും ഇതുപോലെ തന്നെ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു നടനാണ്, ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ടുള്ളൊരു നടനാണ്. അപ്പോൾ ഇവരുടെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനുള്ള ഒരു ഓൺ സ്ക്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ഈ സെറ്റിൽ വെച്ചിട്ടുണ്ടാവുന്ന കാര്യങ്ങളോ ഒക്കെ അതെങ്ങനെയായിരുന്നു? രണ്ടുപേരും രണ്ട് തരത്തിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് തോന്നുന്നു. അതായത് അഭിനയം എന്ന് പറയുന്ന പരിപാടിയിൽ. പക്ഷേ രണ്ടുപേരുടെ എനിക്കൊരു കണക്ഷൻ തോന്നിയിട്ടുള്ളത് ഇപ്പം വിനായകൻ ചേട്ടൻ ഈ പറയുന്നത് പോലെ അദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ട് ഇരുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു ട്രേറ്റാണ് ഇപ്പോൾ ഈ സിനിമയിൽ ചെയ്യുന്നത്. അതായിരുന്നു അതിനകത്ത് നമുക്ക് ഒരു ആകർഷണം തോന്നിയ ഒരു സാധനം ആ കാസ്റ്റിങ്ങിൽ. അപ്പോൾ അദ്ദേഹവും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനോട് താല്പര്യത്തോടു കൂടി വന്നാണ് അദ്ദേഹവും ചെയ്തത്. അപ്പോൾ അദ്ദേഹവും ഈ പറയുന്നത് പോലെ കഥാപാത്രം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് ഉൾക്കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് ചർച്ച ചെയ്തിട്ട് ഒരു ഗീവ് ആൻഡ് ടേക്ക് പരിപാടിയിലാണ് അതിൽ പെർഫോമൻസിലോട്ട് ലാൻഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു രസം, അതിൻ്റെ ഒരു എവല്യൂഷനൊക്കെ ഭയങ്കര രസമുള്ള അനുഭവമായിരുന്നു. മമ്മൂക്കയും ഇതുപോലെ തന്നെ കഥാപാത്രത്തെ പറ്റി എന്താണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു കാഴ്ചപ്പാടുമായിട്ട് തന്നെയാണ് വരുന്നത്. അത് നമ്മൾ അത് നമ്മളിപ്പോൾ നോർമലി സംഭവിക്കുന്നത് നമ്മൾ രണ്ടുപേരുടെ അടുത്താണെങ്കിലും ഷൂട്ടിന് മുമ്പ് അവർ രണ്ടുപേരുടെ അടുത്തും പോവുകയും ഇപ്പം ഒരു സീൻ നമ്മൾ കൺസീവ് ചെയ്യുകയും അതിൻ്റെ സ്റ്റേജിങ് പരിപാടിയെല്ലാം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. പിന്നെ ഓരോ സിനിമയ്ക്ക് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഷോർട്ട് ഡിവിഷൻ പരിപാടികളിൽ എന്താണ് പരിപാടികൾ ഉദ്ദേശിക്കുന്നത്, അതിനകത്ത്